താങ്കളൊരു വീട് വയ്ക്കുകയാണെങ്കിൽ ആ വീടിൻ്റെ മുറിക്ക് ഒരു എയർ ഹോൾ പോലും ഇല്ലാതെ താങ്കൾ അതിനകത്ത് തുറങ്ങുമോ? താങ്കളൊരു വീട് വയ്ക്കുകയാണെങ്കിൽ ആ വീടിൻ്റെ 3 ചുവരും കെട്ടി അടച്ച് മുമ്പിലൊരു ഷട്ടർ വിട്ടിട്ട് ആ ഷട്ടർ അടച്ചിട്ട് താങ്കൾക്ക് അതിനകത്ത് തുറങ്ങാൻ സാധിക്കുമോ? ഇവിടെ ഹാർബർ വാർഡിൽ പോയപ്പോഴേക്കും ഒരു കെട്ടിടം കെട്ടിയിട്ട് 4ാമത്തെ വർഷം പൊളിഞ്ഞു വീഴുകയാണ്, കോൺക്രീറ്റ്. അത് നിർമ്മിച്ച കോൺട്രാക്ടറുടെ വീട്ടിൽ നമ്മളൊന്ന് പോയി കഴിഞ്ഞാൽ അവിടുത്തെ വീട് ചിലപ്പോൾ 40-60 വർഷം കഴിഞ്ഞതായിരിക്കും. ഒരു പെയിൻറ്റിന് പോലും ചിലപ്പോൾ ഒരു ഫോട്ടോ വരികയില്ല. 4 വർഷം കഴിയുമ്പോഴേക്കും സാധാരണക്കാരായ ജനങ്ങൾക്ക് കെട്ടിക്കൊടുക്കുന്ന ഒരു വീടിൻ്റെ കോൺക്രീറ്റ് പാളി ഇളകിയിട്ട് 15-20 കിലോ അല്ലെങ്കിൽ 10-15 കിലോ തൂക്കമുള്ള കോൺക്രീറ്റ് പീസുകളാണ് തറയിൽ വീഴുന്നത്. എങ്ങനെയാണ് സമൂഹത്തിന് വേണ്ടി ഇങ്ങനെ ഇത്രത്തോളം കണ്ണിൽ ചോരയില്ലാതെ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത് എന്നുള്ള കാര്യം ഞാനും നമ്മൾ പൊതുസമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്, വിലയിരുത്തേണ്ടതാണ്. അപ്പം ഞാൻ ഈ കോർപ്പറേഷനിലെ ഒരു ജീവനക്കാരിയെ ഒരു ദിവസം ഒരു വിവാഹ സ്ഥലത്ത് വെച്ച് കണ്ടു. അപ്പോൾ എന്നോട് വന്ന് പറഞ്ഞത്, പെട്ടെന്ന് വന്ന് പറഞ്ഞ്, നേരെ ഇത്ര കാലമായിട്ട് എൻ്റെ വീടിൻ്റെ മുമ്പിൽ ഒരു ലൈറ്റ് ഇല്ല എന്ന് പറഞ്ഞു. ഞാനപ്പോൾ തന്നെ അവിടുത്തെ വിളിച്ചിട്ട് അവിടുത്തെ ലൈറ്റില്ലാത്ത പ്രശ്നം അന്വേഷിച്ചു, പരിഹരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷേ ഞാൻ ആലോചിച്ചു, സ്വന്തം വീട്ടിൻ്റെ മുമ്പിൽ ലൈറ്റില്ലാതെ വന്നപ്പോഴേക്കും അവർക്കൊരു വേദന തോന്നി. അത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട് ഞാൻ അപ്പോൾ തന്നെ പരിഹരിക്കാൻ എന്നെ കൊണ്ട് സാധിക്കുന്ന കാര്യങ്ങൾ ചെയ്തു. പക്ഷേ ഇതുപോലെ നിരവധി ആൾക്കാർ അവരവരുടെ ഫയലുകളുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഓഫീസിൽ കയറി ഇറങ്ങുന്നുണ്ട്. നിയമതടസ്സമില്ലാത്ത ഫയലുകൾ, ഞാൻ അടിവരയിട്ട് പറയുന്നു, നിയമതടസ്സമില്ലാത്ത ഫയലുകൾ എന്തിനാണ് നമ്മുടെ അടുത്ത് വെച്ച് ഇത്തരത്തിലുള്ള കാലം താമസിക്കുന്നത്? നിങ്ങളുടേതല്ലാത്ത മിസ്റ്റേക്കുകൾ ഉണ്ടാകാം അതിനേക്കാൾ, പക്ഷെ നമുക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റുന്നൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും ഡിലേ വരുത്തേണ്ട ആവശ്യമുണ്ടോ? മനഃപൂർവ്വം ചെയ്യുന്നുള്ള അർത്ഥത്തിലല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ജനങ്ങൾക്ക് കുറച്ചുകൂടെ സുതാര്യത കൈവരുത്തുവാൻ വേണ്ടി അവരുടെ അവസരമാക്കി മാറ്റണം. നമ്മുടെ കോർപ്പറേഷനിലേക്ക് പരമാവധി ജനങ്ങളെ അടുപ്പിക്കുവാനുള്ള, ജനങ്ങളെ ചേർത്ത് നിർത്തുവാനുള്ള ഒരു പരിശ്രമമാണ് നമ്മൾ നടത്തുന്നത്. ഇപ്പോൾ മേയറുടെ റൂമിൽ ഇപ്പോഴും കുറേ പേര് നടക്കുമോ ഇല്ലെന്ന് എനിക്കറിയാം, പക്ഷേ അവർ പ്രതീക്ഷയോടെ വരികയാണ്. ഇന്ന് രാവിലെ കുട്ടികൾ, കുരുന്നുകൾ, നാളെ നമ്മുടെ നാടിനെ നയിക്കേണ്ടവർ 100 കണക്കിന് കുട്ടികളും ടീച്ചേഴ്സും ഒക്കെയാണ് നമ്മുടെ കോർപ്പറേഷൻ. അപ്പോൾ കോർപ്പറേഷനിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങളെ സംരക്ഷിക്കുവാൻ ആളുണ്ട്. നമ്മുടെ ഒരു ആലയമാണ് എന്നൊരു ഫീൽഡിലേക്ക് നമ്മൾ കൊണ്ടുവരുമ്പോഴാണ് ഓരോ സ്ഥാപനവും വളരുന്നത്, ജനാധിപത്യ മനോഹരമാകും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. വളരെ വലിയ അനുഭവ സമ്പത്ത് നേടിക്കൊണ്ട് ഈ നാടിനെ ഈ നാടാക്കാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചവർ, അവർ അവരുടെ 18, 20, 25, 30 വയസ്സിൽ ജോലിക്ക് കയറിയെങ്കിൽ 55, 60 വയസ്സിൽ റിട്ടയർ ആകുമ്പോഴേക്കും അവരുടെ ഏറ്റവും നല്ല യൗവന കാലഘട്ടം മുഴുവനും തിരുവനന്തപുരം കോർപ്പറേഷൻ, തിരുവനന്തപുരത്ത് നമ്മുടെ നാടിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ മറ്റൊരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് വേണ്ടിയിട്ടാണ് അവർ കഠിനാധ്വാനം ചെയ്തിട്ടുള്ളത്. നമ്മുടെ നാട് ഇന്ന് മുന്നോട്ടിങ്ങനെ പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട ചുമതലക്കാർ അവരാണ്. കോവിഡ് വന്നപ്പോൾ, വെള്ളപ്പൊക്കം വന്നപ്പോൾ, മറ്റ് മഹാമാരികൾ വന്നപ്പോഴൊക്കെ തന്നെ നമ്മെ സംരക്ഷിച്ചിട്ടുണ്ട്. ആ ജീവനക്കാർക്ക് എല്ലാവിധ ആശംസയും അർപ്പിക്കുന്നു. എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളത്, ഇവിടെ നിന്ന് നിങ്ങൾ പോയി കഴിഞ്ഞാൽ, ഞാൻ ഇത്രയും കാലം ജോലി ചെയ്തിരുന്ന പ്രസ്ഥാനമാണ്, എനിക്ക് അവിടെ ഒരു സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ള ഒരു ചിന്താഗതി നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാകണം. ഇന്നലെയും ഒരു വ്യക്തിപരമായ ഒരു അഭിപ്രായം ഞാൻ പ്രകടിപ്പിച്ചു. നമ്മളൊരു സൂപ്പർ മാർക്കറ്റ് എത്രയും പെട്ടെന്ന് തുടങ്ങാൻ പോവുകയാണ്. അവിടെ ഇപ്പോഴുള്ള ജീവനക്കാർക്കും മുൻ കൗൺസിലർമാർക്കും ഇപ്പോഴുള്ള കൗൺസിലർമാർക്കുമാണ് അവിടുന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങണം എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്നത്. എൻ്റെ വ്യക്തിപരമായ ആഗ്രഹം നമ്മുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുടെ ഉൾപ്പെടെ മുൻപിൽ ഞാൻ പ്രസൻറ്റ് ചെയ്യുകയാണ്. റിട്ടയറായ, തിരുവനന്തപുരം കോർപ്പറേഷൻ ജോലി ചെയ്തിട്ടുള്ള റിട്ടയറായ ജീവനക്കാർക്ക് ഉൾപ്പെടെ ആ സൂപ്പർ മാർക്കറ്റ് പ്രയോജനപ്പെടുന്ന തരത്തിലേക്ക് നമുക്ക് മാറ്റി ചിന്തിക്കണം എന്നുള്ളൊരു അഭിപ്രായം എനിക്ക് വ്യക്തിപരമായിട്ടുണ്ട്. കാരണം കുറേ കാലം ഈ സ്ഥാപനത്തിന് വേണ്ടി അധ്വാനിച്ചിട്ട് പോകുമ്പോഴേക്കും ഈ സ്ഥാപനവുമായിട്ടുള്ള ഒരു ബന്ധം, പൊക്കിൾക്കോട് ബന്ധം പോലും മുറിച്ചിട്ട് പോകുന്ന സാഹചര്യം വരാതെ, ഇത് എൻ്റെയും കൂടി പ്രസ്ഥാനമാണ്, എൻ്റെയും രക്തവും വിയർപ്പും ഒഴുക്കിയ പ്രസ്ഥാനമാണ്, എനിക്ക് ഇനിയും അതിനോട് കടപ്പാടുണ്ട് എന്ന് തോന്നുന്ന തരത്തിൽ. ഇപ്പോൾ മിലിറ്ററിക്കാർ റിട്ടയർ ആയി കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ജീവിതകാലം മുഴുവനും, അല്ലെങ്കിൽ അവരുടെ ജീവിതകാലം കഴിഞ്ഞാൽ അവരുടെ കുടുംബത്തിന് ആ പ്രസ്ഥാനത്തോട് സ്നേഹമുള്ളതിൻ്റെ ഒരു ഘടകം അവരുടെ ജീവിതത്തെ ആ സംഘടന, ആ പ്രസ്ഥാനം സംരക്ഷിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷനുമായി മാറണമെന്നാണ് ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ഇത്രയും കാലം ഒരുമിച്ച് നന്നായിട്ട് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇന്ന് ഇവിടെ നിന്ന് സർവീസിൽ നിന്ന് വിരമിച്ചു പോകുന്ന എല്ലാവർക്കും തന്നെ നല്ലൊരു റിട്ടയർമെൻറ്റ് ലൈഫ് ജീവിതം ഞാൻ ആശംസിക്കുകയാണ്. നിങ്ങൾക്ക് ഒരുപാട് കാലം ഇവിടെ നേടിയ അനുഭവ സമ്പത്ത് കൊണ്ട് സമൂഹത്തെ ധൈര്യക്കുവാൻ, നിങ്ങളുടെ കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചെലവഴിച്ചുകൊണ്ട് കുടുംബത്തെ സംരക്ഷിക്കുവാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.